സുഹൃത്തുക്കളെ, നമ്മുടെ ഡിസംബറിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല കിടിലൻ ആംബിയൻസിൽ നല്ല ചൂട് ചായയും പഴംപൊരിയും അതുപോലെ ചെറുകടികളൊക്കെ കഴിച്ച് കുറച്ച് നേരം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ വിട്ടോട്ടെ കൊടുമ്പൂർ പാലത്തിലേക്ക്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആംബിയൻസ് ഉണ്ടല്ലോ രാവിലെ. ഇതിപ്പോൾ എൻ്റെ ചുറ്റിലും കണ്ടു നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രാവിലെ തന്നെ നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുമ്പൂർ പാലത്തിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ കൊടുമ്പൂർ പാലത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സൺറൈസ് കൂടി കാണാൻ പറ്റുള്ളൂ. സൂര്യോദയത്തിൻ്റെ വളരെ ഭംഗിയുള്ളൊരു വ്യൂവും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൊടുമ്പൂർ പാലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി രാവിലെ തന്നെ കൊടുമ്പൂർ പാലത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസംബറിലെ കോടമഞ്ഞിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ആസ്വദിക്കാതെ നമ്മൾ വെറുതെ പുതപ്പിനടിയിൽ മൂടിപ്പോച്ച് കിടന്നുറങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് വലിയ നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഓരോ ദിവസത്തെയും എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കാഴ്ചകൾ ഇതുപോലെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ രാവിലെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി എടുത്തൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടും. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും കേട്ടോ.